ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. ഒരു കുന്നുപോലെ ടൺ കണക്കിന് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. ഉരുളൻ കല്ലുകൾ വേറെയും. വയനാട്ടിലെ കള്ളാടിയിലുണ്ടായ ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് ഷൊർണൂർ കണയം കല്ലുരുട്ടിയിലെ പ്രദേശവാസികൾ. കണയം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനയുമാണ് ഇവിടുത്തുകാരുടെ ജീവിതത്തെ ഭീതിയിലാക്കുന്നത്. ശക്തമായി മഴ പെയ്താൽ മൺകൂനയിൽ നിന്നും മണ്ണും ചെളിവെള്ളവുമെല്ലാം സമീപത്തെ വീടുകളിലേക്ക് ഏതു സമയവും എത്താൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെല്ലുവിളിക്കാണ് ഇവിടുത്തെ ജനങ്ങള് കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം. നേരത്തെ പറഞ്ഞ ഇവിടുത്തെ കുഴൽക്കിണറുകളൊക്കെ വെള്ളം ഭീമമായിട്ട് രീതിയിൽ കുറഞ്ഞു വരുന്നു. സാധാരണ കിണറുകളിൽ കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറിലത്തെ മലിനമാകുന്നു, കളർ വെള്ളം വന്നിട്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയിലാണ്. അതിനിവിടുത്തെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധിച്ച് നമ്മുടെ കൗൺസിലർമാർ ഉൾപ്പെടെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ മാഫിയക്കെതിരെ, ഭൂമാഫിയാണിത്, ഇത് വെറും കോറി മാഫിയല്ല, ഭൂമാഫിയാണ്. വീടുകളൊക്കെ കച്ചവടം ചെയ്ത് മേടിക്കുന്നു. പലരും പേടിച്ചിട്ട് വിട്ടുപോവാണ്. കഴിഞ്ഞ ദിവസം അനുമതിയില്ലാത്ത സ്ഥലത്ത് പാറ പൊട്ടിച്ചു എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. സംഭവത്തിൽ പോലീസ് എത്തി താൽക്കാലികമായി ഇവിടെ നിന്നും പാറ പൊട്ടിക്കുന്നത് നിർത്തിവെക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ക്വാറിയിൽ ഉഗ്രശബ്ദത്തോടുകൂടി കരിങ്കൽ പൊട്ടിക്കുന്നത് മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പൊ ഇത്രയും സ്ഥലം ഇവിടെ വിപുലീകരിച്ച് ഭയാനകമായ രീതിയിൽ തന്നെയാണ് മണ്ണ് കൊണ്ടേ കൂട്ടിയിട്ടുള്ളതും അതേപോലെ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പൊട്ടിക്കുന്നതും. ഇതിനൊക്കെ അധികാരികൾ എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാനും ഒരു ജനപ്രതിനിധി ആയിരുന്നു. ജനങ്ങളോടൊപ്പം നിന്ന് പൊന്മുഖം മലയിൽ കോറി തുടങ്ങുന്നത് നിർത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, ജനങ്ങളോടൊപ്പം നിന്നിട്ട്. പക്ഷെ ഇവിടുത്തെ ഭരണാധികാരികള് ജനങ്ങളോടൊപ്പം കാണാനില്ല. ഈ 2ാം വാർഡിലെ ജനങ്ങളെ കൊന്നിട്ട് പിന്നെ വേണോ ഇത് എന്നുള്ളതാണ് ഈ കോറി പ്രവർത്തനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോടകം 30-ലധികം പരാതികളാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ക്വാറിയുടെ പ്രവർത്തനമെങ്കിലും രാവിലെ 4 മണി മുതൽ രാത്രി 11 വരെയും ക്വാറി പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ നിർദ്ദേശിച്ച സമയത്തിനപ്പുറം ക്വാറി പ്രവർത്തിപ്പിക്കുന്നില്ലെന്നാണ് ക്വാറി ഉടമകളുടെ വാദം. ഉഗ്രശബ്ദത്തിൽ പാറ പൊട്ടിക്കുമ്പോൾ വീടിന്റെ ഓടുകൾ ഇളകി വീഴുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും വീടുകൾ കുലുങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കോറി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്, വളരെയധികം പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അത്രയും വലിയ കോറിയും ഒരുപാട് മണ്ണും കൂട്ടി കിടക്കുകയാണ്. ഞങ്ങളുടെ വീടുകളാണെങ്കിൽ, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എല്ലാ ചുമരുകളും, ഒരു ചുമര് ബാക്കിയില്ല എന്നുള്ളതാണ്. എല്ലാ ചുമരുകളും വിള്ളിച്ച വന്നിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അതിൽ താമസിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ. കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിലൂടെ സമീപത്തെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പിന്നീട് നടപടികൾ മെല്ലെ പോക്കായി. കണയം കല്ലുരുട്ടി പ്രദേശത്ത് മാത്രം 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 2 വർഷം മുൻപാണ് 4-ലധികം പേർ ചേർന്ന് പ്രദേശത്തെ 20 ഏക്കർ സ്ഥലത്ത് ക്വാറി പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഒരു മണ്ണ് ഒലിച്ചിറങ്ങിയിട്ട് എന്റെ വാർഡത്തെ വീടുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് സുരക്ഷിതമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇതിൽ ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കൗൺസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഉള്ളൊരു സെക്രട്ടറിക്ക്. അപ്പൊ ഇത്രയും ഈ നാടിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ നാടിനോടൊപ്പം മാത്രമാണ് നിൽക്കുക. ഇതിനൊരിക്കലും ഒരു കൗൺസിലർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെർമിഷൻ
കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഹൈക്കോടതിയുടെ പെർമിഷൻ മൂലം വർക്ക് ചെയ്യുന്ന ഒരു കോറിയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഭരണസമിതിയാണ് ഇതിൽ അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തത്, ഇതിന് അനുകൂലമായിട്ട് കൌൺസിൽ തീരുമാനം എടുത്തതെന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, കൌൺസിലിന്റെ ഭാഗത്തുനിന്ന് ഈ കോറിക്ക് എതിരായിട്ടാണ്. ഇപ്പൊ എന്റെ കയ്യിൽ രേഖയുണ്ട്, ഇതില് നിങ്ങൾക്ക് അറിയാം, ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിലുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്ന് നിയമാനുസൃതമായ രേഖകൾ ഉണ്ടെങ്കിലും ജനഹിതം മാനിക്കാതെ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാനാവില്ലെന്നും നഗരസഭ അനുമതി നൽകുന്നത് പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആശങ്കകൾ പരിഹരിക്കാതെ അനുമതി നൽകാതിരിക്കുന്നതാണ് ഉചിതമെന്നുള്ള ബഹുനഗരസഭ ചെയർമാന്റെ നിർദ്ദേശ യോഗത്തിൽ ഹാജരുള്ള അംഗങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ചു. രണ്ടാം വാർഡിലെ കോറിക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതാണ് ആ കൌൺസിൽ റിപ്പോർട്ട്. ഈ കൌൺസിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. ഞാൻ ഈ കൌൺസിലിൽ ഒന്നില്ലെങ്കിൽ കോറി ഇവിടെ അനുവദിക്കണം എന്നുള്ള ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് ഇതിലില്ല, ഇതിൽ അനുമതി നിഷേധിച്ചിട്ടില്ല. ഞാനും കൂടി ഇരുന്നിട്ടുള്ള കൌൺസിലാണത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനം, ഈ കൌൺസിൽ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് വെച്ചിട്ടാണ് ഹൈക്കോടതി പോയത്. പ്രദേശത്ത് ക്വാറി ആരംഭിക്കുന്നതിന് ഉടമകൾ നഗരസഭയെ സമീപിച്ചപ്പോൾ നഗരസഭ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ക്വാറി ഉടമകൾ സെക്രട്ടറിയെ പ്രതി ചേർത്ത് കോടതിയിൽ നിന്നാണ് പ്രവർത്തനാനുമതി വാങ്ങിയെടുത്തത്. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണയം പ്രദേശവാസികൾ ക്വാറി വിരുദ്ധ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. പ്രശ്നം ഇവിടുത്തെ എല്ലാ വീടുകളിലും പൊട്ടലുണ്ടായിരിക്കുന്നു, വിള്ളൽ വീണിരിക്കുന്നു, കുടിവെള്ളം മലിനപ്പെട്ടിരിക്കുന്നു. ജനങ്ങളും വിദ്യാർത്ഥികളും പഠിക്കാൻ കഴിയാതെ വളരെ ദൈന്യതം പൂണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടും ഇവിടുത്തെ ജനപ്രതിനിധികൾ കുറ്റകരമായ അനാവസ്ഥ പാലിക്കുന്നത് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം സ്വയം സംഘർഷ സമിതി രൂപീകരിച്ചുകൊണ്ട് ഇനി വലിയ താമസമില്ലാതെ ഈ അധികാര കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുമെന്നും മുനിസിപ്പൽ ഭരണം സ്തംഭിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.